slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. ഹലോ നമസ്കാരം, എല്ലാവർക്കും VMC ടോക്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഒരുപാട് നാളായിട്ട് നമ്മുടെ ബുള്ളറ്റിൻ്റെ പല ടൈപ്പ് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ബുള്ളറ്റിൻ്റെ റിവ്യൂ, അതുപോലെ സർവീസ് ഡീറ്റെയിൽസ്, അങ്ങനെ എന്തൊക്കെ റിലേറ്റഡ് ആണോ അതെല്ലാം നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്കിൽ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഒരു കാറിൻ്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഏതാണ് വാഹനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് കണ്ടോളൂ. ഇതാണ് മുതൽ ടാറ്റയുടെ ഏറ്റവും പുതിയ ടിയാഗോ NRG BS6 2022 വേർഷനാണ്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ്. ഇന്ന് വേറെ ആരുടെയല്ല, നമ്മുടെ സ്വന്തം വണ്ടി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത്ര എടുത്തിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു മാസം ആവുന്നുണ്ട്. ഇതുവരെ നമുക്ക് കറക്റ്റായിട്ടൊരു വീഡിയോ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. മാത്രമല്ല ഒരു മാസമെങ്കിലും ഉപയോഗിച്ച് എന്താണ് വണ്ടിയുടെ ഒരു കാര്യങ്ങളെന്നൊക്കെ ഒന്ന് ഓടിച്ച് അറിഞ്ഞിട്ട് ഒരു റിവ്യൂ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. ആദ്യമേ ചാടിക്കയറി ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതാണ്ട് 1000 കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് അതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഒക്കെ വെച്ച് ഷെയർ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യുന്നത് വണ്ടിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും കാര്യങ്ങളും, അതുപോലെ തന്നെ നോർമൽ ടിയാഗോയിൽ നിന്ന് ഈ ഒരു NRG എന്ന് പറയുന്ന വേർഷനിലേക്ക് വന്നപ്പോഴത്തേക്ക് വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് ധൃതി പിടിച്ച് പോകാൻ വരട്ടെ. അതിനു മുമ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനം പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. കരുനാഗപ്പള്ളി വിജയബാറിൻ്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെ ഒരു 150 മീറ്റർ നിങ്ങൾ മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ബാങ്കിൻ്റെ ബ്രാഞ്ചിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഡോക്ടർ പാർവതീസ് മെഡിഗ്ലോ കോസ്മെറ്റോളജി ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സെൻ്ററിലാണ് നമ്മളിന്നിവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് പലതരത്തിൽ ഉപകാരപ്പെടാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൊരു സെൻ്ററാണിത്. അപ്പം എന്തൊക്കെയാണ് ഇവിടുത്തെ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് അകത്ത് നിന്ന് ഇതിൻ്റെ ഓണറായിട്ടുള്ള ഡോക്ടർ പാർവതി മാഡത്തിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. കമോൺ. അപ്പോൾ നമുക്ക് മെഡിഗ്ലോ കോസ്മെറ്റോളജി ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സെൻ്ററിലെ MD ആയിട്ടുള്ള ഡോക്ടർ പാർവതി മാമിനെ ഒന്ന് പരിചയപ്പെടാം. ഹലോ മാഡം. അപ്പം മാഡം, ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾക്കാണ് ഇവിടെ ട്രീറ്റ്മെന്റ് ഉള്ളത്? നമ്മുടെ കരുനാഗപ്പള്ളിയിലെ ഒരു ആദ്യത്തെ സംരംഭമാണ് ഒരു കോസ്മെറ്റോളജി ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ നാട്ടിൽ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെങ്കിൽ ആൾക്കാർ എറണാകുളത്തും ട്രിവാൻഡ്രത്തും ഒക്കെ പോയി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇതുവരെ. അപ്പം നമ്മുടെ നാട്ടിലെ എല്ലാ ഫെസിലിറ്റിയും, എല്ലാ സർജിക്കൽ ഫെസിലിറ്റിയും കൂടെ പ്ലാസ്റ്റിക് സർജൻ്റെ നേതൃത്വത്തിൽ നമ്മളൊരു ട്രാൻസ്പ്ലാന്റേഷൻ ഒരു പർപ്പസ് ഒരുക്കി വെച്ചിരിക്കുന്നെങ്കിൽ അത് പേഷ്യൻസിന് അത് വളരെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി അങ്ങനെ ഒരു ഒരുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണെന്നുള്ളൊരു തോട്ട്. അതിനാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സറൗണ്ടിങ്സ്, സ്വന്തം ഫാമിലി മെമ്പേഴ്സിനെ പോലെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന സ്റ്റാഫ്സ്, എല്ലാത്തിനും മുന്നിട്ട് നയിക്കുന്ന ഡോക്ടർ പാർവതി മാം. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ്. മോസ്റ്റ് അഡ്വാൻസ് ആയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എക്സ്പേർട്ട് ആയിട്ടുള്ള സർജൻസ്, ഡെർമറ്റോളജിസ്റ്റ് എന്നിവരുടെ സേവനവും നമുക്കിവിടെ ലഭ്യമാണ്. ഒരു മൂലയ്ക്ക് പാവത്താനെ പോലെ ഇരിക്കുന്ന ഇവനുണ്ടല്ലോ, ഒറ്റ നോട്ടത്തിൽ ഒരു ATM മെഷീൻ ആണെന്നേ പറയത്തുള്ളൂ. ATM മെഷീനിൽ നിന്ന് നമുക്ക് പല തരത്തിലുള്ള നോട്ട് ലഭിക്കുന്നത് പോലെ ഈ ഒരു അഡ്വാൻസ് എക്യുപ്മെന്റിൽ നിന്ന് നമുക്ക് പല തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സും ലഭിക്കും. ഇത് ഹെയർ റിമൂവൽ ലേസറാണ്. ഇത് സ്ത്രീകൾക്കുണ്ടാകുന്ന അമിതമായിട്ടുള്ള രോമ വളർച്ച, താടി, മീശ എന്നിവ പെർമനൻ്റ് ആയിട്ട് റിമൂവലാവുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കേട്ട ശബ്ദം മോസ്കിറ്റോ ബാറ്റ് യൂസ് ചെയ്യുന്നതല്ല, എന്നാൽ അത്ര തന്നെ ലാഘവത്തിൽ നമ്മുടെ മുഖത്തുള്ള കുണ്ടും കുഴിയും കൊത്തും കോമയും എല്ലാം ക്ലിയർ ആക്കി തരുന്ന ഒരു ടെക്നോളജിയാണ് നിങ്ങൾ കണ്ടത്. അപ്പോഴാണ് റോബോട്ടിൻ്റെ കുഞ്ഞിനെ പോലെ ഇരിക്കുന്ന ഈ ഒരു മെഷീൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് ഞങ്ങളുടെ ഹൈഡ്രാഫേഷ്യൽ മെഷീനാണ്. കൊളാജിൻ, ഗ്ലൂട്ട എന്നീ സിറങ്ങൾ, കോസ്റ്റ്ലി ആയിട്ടുള്ള സിറങ്ങൾ വെച്ച് യൂസാണ് ചെയ്യുന്നത് കൊടുക്കാറ്. 1 മന്ത് കൂടുമ്പോൾ ചെയ്യാവുന്ന ഒരു മെഡിഫേഷ്യലാണ് ഹൈഡ്രാഫേഷ്യൽ. ഇത് ഞങ്ങളുടെ ഓക്സിജനോ ഫേഷ്യൽ മെഷീനാണ്. ആന്റി ഏജിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ മെഷീൻ യൂസ് ചെയ്യുന്നത്. 30-35 ഏജ് ഉള്ളവർക്ക് ആന്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഫേഷ്യലിന്റെ
മിഷനാണിത്. അപ്പോൾ മേഡം ഏറ്റവും കൂടുതൽ ഇപ്പം ബോയ്സിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബിയേർഡ് ഇല്ല, മൊസ്റ്റാക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ആഫ്റ്റർ മാർക്കറ്റ് മെഡിസിൻ എല്ലാം വാരി തേക്കുന്നൊക്കെയാണ് പ്രശ്നം. എന്നിട്ട് കൂടുതൽ മോശമാകുന്ന അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനും അതേപോലെ ഈ മുടി കൊഴിച്ചിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഇവിടെ എന്ത് ട്രീറ്റ്മെൻ്റ് ആണുള്ളത്? മുടി കൊഴിച്ചിലിന് നമ്മൾ പ്രധാനമായും നമുക്ക് 2 രീതിയിൽ മുടി കൊഴിച്ചിൽ മാനേജ് ചെയ്യാം. ഒന്ന് നമ്മൾ മരുന്നുകൾ ഉപയോഗിച്ച് മാനേജ് ചെയ്യാം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ PRP എന്ന് പറഞ്ഞിട്ടൊരു അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോകുന്നത്. നമുക്കിപ്പം മരുന്നുകൾ നമ്മളൊരു 3 മാസം തൊട്ട് 6 മാസം വരെ കഴിച്ചാൽ കിട്ടാവുന്ന റിസൾട്ട് നമുക്ക് ഒരു 1-2 PRP കൂടെ തന്നെ കിട്ടും. പക്ഷേ ഈ പറയുന്ന പോലെ ചില കേസസ് നമുക്ക് ട്രാൻസ്പ്ലാന്റ് തന്നെ വേണ്ടി വരും. അതുപോലെ നമ്മുടെ മലയാളികളായതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ സംശയം ഇതിൻ്റെയൊക്കെ ഒരു കോസ്റ്റിൻ്റെ കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അഫോർഡബിൾ ആയിട്ട് ഒരു കോമൺ മാനേജ് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്സ് ആണോ മാഡം? ഓക്കെ, ഡെഫിനറ്റ്ലി നമ്മൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾ ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പം ഞങ്ങളുടെ ക്വാളിറ്റി വെച്ചിട്ട് ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നത്. എക്സാക്ട്ലി അത് തന്നെ എനിക്കും പറയാനുള്ളത്. വെറുതെ വെളിയിൽ നിന്ന് ആഫ്റ്റർ മാർക്കറ്റ് പ്രോഡക്ട്സ് ഒക്കെ മേടിച്ച് പ്രശ്നമാവുന്നതിനേക്കാളും നല്ലത് നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇതുപോലത്തെ ഒരു സെൻറ്ററിൽ തന്നെ വന്ന് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത്രയും നാൾ നമ്മുടെ ബുള്ളറ്റിൻ്റെ വീഡിയോസ് എല്ലാം റെഗുലറായിട്ട് കണ്ടുവരുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മുടെ വീഡിയോസ് എല്ലാം പലപ്പോഴും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട്. പുതിയതായിട്ട് ബുള്ളറ്റ് എടുക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ നിലവിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതുവരെ നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോസ് എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പലരും നമ്മുടെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു കാറിൻ്റെ വീഡിയോസും ഇനി നമ്മൾ കണ്ടിന്യൂസ് ഇടുന്നതായിരിക്കും. പ്രത്യേകിച്ച് ടാറ്റയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സർവീസിനെ കുറിച്ചാണ് പലരും ടാറ്റയുടെ മോശമായിട്ട് പറയുന്നത്. അപ്പം വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഉടനെ തന്നെ ഇടുന്നതാണ്. അപ്പോൾ അതുപോലെ ഈ ഒരു വാഹനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ വീഡിയോസ് ഉണ്ടോ, സർവീസ് ഡീറ്റെയിൽസ്, ബാക്കി എന്തൊക്കെ മെയിൻ്റെനൻസ് ടിപ്സ്, അങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ ടാറ്റയുടെ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നവർക്കും പുതിയതായിട്ട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഒക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ ഇനി മുതൽ ചെയ്യാൻ പോകുന്നത്. അതിന് പുറമെ നമ്മൾ കുറച്ചും കൂടെ ചാനലൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പുറത്ത് പോയിട്ട് പല വാഹനങ്ങളുടെയും റിവ്യൂസും ഒക്കെ നമ്മൾ ഇനി മുതൽ ചെയ്യാൻ പ്ലാനുണ്ട്. അതൊക്കെ വഴി വരുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം കാണാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റയുടെ വാഹനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ഒരു കഴിഞ്ഞ 4-5-6 വർഷമായിട്ട് നമ്മുടെ ഇന്ത്യൻ കസ്റ്റമേഴ്സിനിടയിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള വണ്ടികളാണ് നമ്മുടെ ടാറ്റയുടെ വണ്ടികളെല്ലാം. ഇപ്പോൾ എനിക്കൊന്ന് ടോപ്പ് 3 സെല്ലിംഗ് ബ്രാൻഡുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് മുൻപന്തിയിൽ തന്നെയുള്ള ഒരു ബ്രാൻഡാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അഭിമാനിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡാണ് ടാറ്റ എന്നുള്ളത് തന്നെയാണ്. ഇത്ര നാൾ മാരുതിയും ഹ്യുണ്ടായും ഒക്കെ ആയിരുന്നു നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിൽ ആധിപത്യം സ്ഥാപിച്ച് നിലനിന്നിരുന്നത്. ഇപ്പോൾ അതിൻ്റെ കൂടെ വളരെയധികം കോമ്പറ്റീഷൻ നൽകിക്കൊണ്ട് നമ്മുടെ ടാറ്റയും മുന്നേറി വരുന്നുണ്ട്. നമുക്കറിയാം, നെക്സോണാണ് ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ഉള്ള ഈ വർഷത്തെ SUV. അപ്പോൾ അതുപോലെ അത്രയും ഉയർന്ന സെല്ലിങ് ടാറ്റയുടെ പല മോഡലുകളും കൈവരിക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ടാറ്റയുടെ ഏറ്റവും അഭിമാനമായിട്ടുള്ള മോഡൽ തന്നെയാണ് ടിയാഗോ. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 2016 ടിയാഗോ ഇറങ്ങി അന്ന് മുതലാണ് ടാറ്റയുടെ തലവര മാറിയതെന്ന് വേണമെങ്കിൽ പറയാം. ടിയാഗോ, പിന്നീട് അൾട്രോസ്, നെക്സോൺ, ഈ വക സാധനങ്ങളെല്ലാം വളരെയധികം കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഒരുപാട് പ്രീതി നേടിയെടുത്ത മോഡലുകളാണ്. അപ്പം ആ ടിയാഗോയുടെ ക്രോസ് വേരിയൻ്റ് ആയിട്ടുള്ള NRG എന്ന് പറയുന്ന വേരിയൻ്റാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. നമ്മുടെ റെഗുലർ ടിയാഗോ അല്ല, അതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു സ്പെഷ്യൽ വേരിയൻ്റാണ് NRG. കൃത്യമായിട്ട് പറഞ്ഞാൽ ടാറ്റ ടിയാഗോയുടെ ഒരു ക്രോസ് ഓവർ വേരിയൻ്റ് എന്ന് പറയും ഈ ടാറ്റ NRGയെ. ഇനി ക്രോസ് ഓവർ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു പോകാം. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ പലതരത്തിലുള്ള വാഹനങ്ങളുണ്ട്. സെഡാനുണ്ട്. സെഡാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹോണ്ട സിറ്റി, ഹ്യുണ്ടായി വെർണ, ഇത്തരത്തിലുള്ള വാഹനമാണ് സെഡാൻ, നീളമുള്ള വാഹനങ്ങൾ. അതുപോലെ SUVകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ മഹീന്ദ്ര XUV 700 അല്ലെങ്കിൽ നമ്മുടെ ടാറ്റ ഹാരിയർ, ഇത്തരത്തിലുള്ള വാഹനങ്ങളാണ് SUV കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമുക്കറിയാം, പണ്ടുപോലെ നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിൽ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള മറ്റൊരു ടൈപ്പ് വാഹനമുണ്ട്, ഹാഷ് ബാക്കുകൾ. ആ ഹാഷ് ബാക്കുകളിൽ വരുന്നതാണ് നമ്മുടെ ഓൾട്ടോ, i20, അതുപോലെ അൾട്രോസ്, ഇങ്ങനത്തെ വാഹനങ്ങളെല്ലാം ഹാഷ് ബാക്കുകളാണ്. ഈ ഒരു വാഹനത്തെ നമുക്ക് ക്രോസ് ഓവർ വേരിയൻ്റ് എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു ക്രോസ് ബ്രീഡ് പോലെയാണ്. അതായത് ഒരു ഹാഷ് ബാക്കിൻ്റെയും SUVൻ്റെയും ഒരു ക്രോസ് വേരിയൻ്റ് എന്ന് തന്നെ പറയാം. അതായത് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു SUVയുടെ ആ ഒരു ലുക്സാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ SUVയുടെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു SUVയുടെ ലുക്കിനോട് സാമ്യമുണ്ട്. അതുപോലെ തന്നെ അത്രയും വലുപ്പവും കാര്യങ്ങളും എല്ലാം ഹൈറ്റും ഒക്കെ കൂട്ടി ആണ് ഈ ഒരു വേരിയൻ്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പം നോർമലായിട്ടുള്ള ഒരു ഹാഷ് ബാക്ക് ആണെന്ന് പറയത്തില്ല.
എന്നാൽ ഒരു SUV പൂർണ്ണമായിട്ട് SUV ആണെന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ മിഡിൽ നിൽക്കുന്ന ഒരു വേരിയൻറ്റ്, അതിനാണ് ഈ ഒരു ക്രോസ് ഓവർ വേരിയൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അധികം ആമുഖമൊന്നും ഇല്ലാതെ നേരെ നമുക്ക് വണ്ടിയുടെ എക്സ്റ്റീരിയർ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുപോകാം. അപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങളെല്ലാം കണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നോർമലായിട്ടുള്ള ടിയാഗോയിൽ നിന്ന് എന്തൊക്കെയാണ് ഈ ഒരു NRG എന്ന് പറയുന്ന വേരിയൻറ്റിലേക്ക് വന്നപ്പം വന്നിരിക്കുന്ന മാറ്റങ്ങളെന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് വണ്ടിയുടെ മുൻവശത്തു നിന്ന് തന്നെ കാഴ്ചകൾ കണ്ടുപോകാം. അപ്പം വണ്ടിയുടെ മുൻവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ നടുക്കായിട്ട് ടാറ്റയുടെ വലിയൊരു ലോഗോ നമുക്ക് കാണാം. പിന്നെ ഈ ഒരു ഗ്രില്ലിൻ്റെ പോർഷനിലായിട്ട് ഫുള്ള് ബ്ലാക്ക് കളറാണ് കൊടുത്തേക്കുന്നത്. അവിടെ ഒരു ട്രൈ ആരോ പാറ്റേൺ നമുക്ക് കാണാം. അത് ടാറ്റ ട്രൈ ആരോ പാറ്റേൺ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പോർഷനിലായിട്ട് ഇങ്ങനെ ഒരു ബ്ലാക്ക് സ്ട്രിപ്പ് പോയേക്കുന്നത് കാണാം. അതുപോലെ താഴെ നമുക്ക് താണ്ട് ഈ ഒരു അലൂമിനിയം സ്ട്രിപ്പ് പോയേക്കുന്നത് കാണാം. അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ ഒരു ഡിസൈൻസ് കാണുമ്പം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു ലുക്കാണ് ടിയാഗോയിൽ നിന്ന് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. അതുപോലെ തന്നെ ഈ താഴത്തെ പോർഷനിലായിട്ടുള്ള ക്ലാഡിങ് അത് ഒരു അലൂമിനിയം ബ്രഷ് പെയിൻ്റ് എന്നൊക്കെ പറയാം. അത്തരത്തിലുള്ളൊരു ക്ലാഡിങ് ഒക്കെ കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും ഒരു SUV, ശരിക്കും ഒരു SUVയുടെ ലുക്ക് തന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണാം. ടിയാഗോ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. ശരിക്കും ഒരു SUVയുടെ ലുക്ക് തന്നെയാണ് ഫ്രണ്ടിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഫ്രണ്ട് പോർഷൻസിൽ കാണാനുള്ളത്. പിന്നെ ഇവിടെ എക്സ്ട്രാ ആയിട്ട് ഞാൻ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന സെൻസറിൻ്റെ പാർട്സ് കാണാം. പിന്നെ ഇത് നമ്മൾ അഡീഷണലായിട്ട് ചെയ്തിട്ടുള്ള ഗാർഡാണ്, ഒരു ക്രോം ഫിനിഷ് വരുന്ന രീതിയിലുള്ള ഗാർഡാണ് രണ്ട് വശത്തും ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ താഴെ പോർഷൻസിലായിട്ട് നമുക്ക് ഫോഗ് ലാംപ്സ് കൊടുത്തിരിക്കുന്നത് കാണാം. എല്ലാം ഹാലജൻ ലൈറ്റ് തന്നെയാണ്, LED ലൈറ്റും കാര്യങ്ങളൊന്നുമല്ല. പിന്നീട് ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു എന്താണ് പറയുക, ഒരു സ്പോർട്ടി ലുക്കിലുള്ള ഹെഡ് ലാമ്പ്സാണ് കൊടുത്തിരിക്കുന്നത്. വളരെ നീളത്തിൽ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു ഒരു ബ്ലാക്ക്ഡ് കളറാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്മോക്ക് എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളർ പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് മൊത്തത്തിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു അൾട്രോസിൻ്റെ ലുക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റു പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും അൾട്രോസിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള അതേ ഡിസൈൻ തന്നെയാണ്, സിമിലർ ലുക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതിനോടൊപ്പം ഈ അഡീഷണൽ ക്ലാഡിംഗ് ഒക്കെ വെച്ചൊരു SUV ടൈപ്പ് ലുക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആർക്കായാലും അൾട്രോസ് ആണോ എന്നൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. ആ രീതിയിലാണ് ഫ്രണ്ട് പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു ബോണറ്റിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ഇത്തരത്തിലൊരു ബ്ലാക്ക് ഫിനിഷിങ്ങിനെ അവിടം വരെ പോയേക്കുന്നത് കാണാം. അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ സൈഡ് പോർഷനിലേക്ക് പോകാം. അപ്പോൾ വണ്ടിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ബ്ലാക്ക് ഫിനിഷ് നമുക്കങ്ങ് ബാക്ക് വരെ പോയേക്കുന്നത് കാണാം. പിന്നെ ഡോറിൽ കാണുന്ന ഈ ഗാർഡൊക്കെ നമ്മൾ എക്സ്ട്രാ ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചെയ്യിപ്പിച്ചതാണ്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഗ്ലോസി ഫിനിഷുള്ള മിറേഴ്സ് കാണാം. നമുക്ക് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിറേഴ്സൊക്കെയാണ് വണ്ടിയിൽ നൽകിയിരിക്കുന്നത്. അതൊക്കെയാണ് ഈ ഭാഗത്ത് കാണാവുന്നത്. പിന്നെ ഇത് നമ്മൾ എക്സ്ട്രാ റെയിൻ ഗാർഡ്സ് വെച്ചതാണ്, വൈസേഴ്സ് വെച്ചതാണ്. ഇനി വണ്ടിയുടെ സൈഡ് വശത്തായിട്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള റൂഫ് റെയിൽസ് കാണാം. അപ്പം അതെല്ലാം ഈ ഒരു വണ്ടിയുടെ പ്രത്യേകതയാണ്. ഈ ഒരു രണ്ട് ഡോറും വന്ന് നിൽക്കുന്ന ഈ ഒരു പോർഷനിലായിട്ട് ഇതുപോലെ ഒരു ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡോറിൻ്റെ എല്ലാം ഹാൻഡിൽസും ബ്ലാക്ക് കളറിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ NRGയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ടിയാഗോ അപേക്ഷിച്ച് നമുക്കിതിൽ കീലെസ് എൻട്രി ഫീച്ചർ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ കീ ഇതാണ്ട് ജസ്റ്റ് പോക്കറ്റിൽ ഇട്ടിരുന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു സ്വിച്ച് ഞെക്കി വണ്ടി ലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ വണ്ടി അൺലോക്ക് ചെയ്യാനും അകത്ത് കയറാനും എല്ലാം കഴിയും. അതുകൊണ്ട് ഈ ഒരു സെൻസർ സ്വിച്ച് ഞെക്കിയാൽ മതി, വണ്ടി അൺലോക്ക് ആവും, മിററെല്ലാം ഓട്ടോ ഓപ്പൺ ആവും. ലോക്ക് ചെയ്യുകയാണെങ്കിൽ മിറർ ഓട്ടോ ഫോൾഡ് ആവും. എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് അകത്ത് കയറാൻ കഴിയും. അപ്പോൾ ആ ഒരു കീലെസ് എൻട്രി ഫീച്ചർ ഈ ഒരു NRGയിലേ നൽകിയിട്ടുള്ളൂ. അതൊരു പ്രീമിയം ഫീച്ചറാണ്, നമ്മുടെ നോർമൽ ടിയാഗോയിൽ കിട്ടുന്നതല്ല. പിന്നെ ഈ ഒരു പോർഷനിലൊക്കെ ആയിട്ട് ഇത്തരത്തിലൊരു ഒരു ലൈൻ പോയേക്കുന്നത് കാണാം. അതെല്ലാം വണ്ടിയുടെ ആ ഒരു ഭംഗി ആഡ് ചെയ്യുന്ന ഡിസൈൻസ് തന്നെയാണ്. ഇനി നമുക്ക് വണ്ടിയുടെ പുറകു വശത്തേക്ക് പോകാം. അപ്പോൾ വണ്ടിയുടെ ബാക്ക് വശം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു SUV അല്ലേ എന്നൊരു സംശയം വരുന്ന രീതിയിലുള്ള ഡിസൈൻസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയേക്കുന്നത്. നമുക്ക് ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഇത്രയും വ്യത്യാസമുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെയും ഇതേപോലെ തന്നെ ഒരു അലൂമിനിയം ബ്രഷ് ഫിനിഷുള്ള ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ബ്ലാക്ക് സ്ട്രിപ്പും പോർഷനൊക്കെ നൽകിയിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് താണ്ടെ ഈ ഇത്രയും നീളത്തിലുള്ളൊരു ബ്ലാക്ക് പോർഷൻ്റെ അകത്താണ് നമ്മുടെ ടിയാഗോ എന്നുള്ള ബാഡ്ജിങ്ങും അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് NRG എന്നുള്ള ബാഡ്ജിങ്ങും എടുത്തെഴുതിയിരിക്കുന്നത്. അപ്പം അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് കൃത്യം നടുക്കായിട്ട് നമുക്ക് ടാറ്റയുടെ ആ ഒരു ലോഗോയും കാണാം. പിന്നീട് ബാക്ക് പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് താണ്ടെ ഇവിടെ ഒരു റെയർ വൈപ്പർ നൽകിയേക്കുന്നത് കാണാം. അതിൽ തന്നെ ഡീഫോഗറും കാര്യങ്ങളെല്ലാം ഉണ്ട്, നമുക്ക് വാഷ് ചെയ്യാനും എല്ലാം കഴിയും.
അപ്പം അതെല്ലാമാണ് ആ ഭാഗത്ത് കാണാനുള്ളത്. പിന്നെ ബാക്ക് സൈഡിൽ ഈ ഒരു ടോപ്പ് ഭാഗത്തായിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലേഴ്സ് നൽകിയിരിക്കുന്നതും കാണാം. പിന്നീട് തന്നെ മുകൾ വശത്ത് ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ടാണ് നമ്മുടെ ആ ഒരു ബ്രേക്ക് ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ വണ്ടിയുടെ ടെയിൽ ലാമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ടിയാഗോയുടെ സിമിലർ ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പൊക്കെയാണ് നൽകിയേക്കുന്നത്. അതിൽ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുമ്പം ലൈറ്റ് കത്തുന്നത്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക വാഹനങ്ങൾക്കും അങ്ങനെ ആയിട്ടുണ്ട്. ഒരു സൈഡിൽ മാത്രമേ കത്തത്തുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എന്താണ് കാരണം എന്നറിയാവുന്നവരൊക്കെ താഴെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കുക. പിന്നീട് NRGയിലേക്ക് വന്നപ്പോൾ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ടിയാഗോ അപേക്ഷിച്ച് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെയും ഒരു റിക്വസ്റ്റ് സെൻസർ നൽകിയിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ ആ ഡോർ ഓപ്പൺ ചെയ്യുന്ന ആ സെൻസർ പോലെ തന്നെ ഇവിടെ നമുക്കൊരു ബട്ടൺ നൽകിയിട്ടുണ്ട്. ഒരു തവണ ഞെക്കിയാൽ വണ്ടി ഓപ്പൺ ആവും. വണ്ടി ഓപ്പൺ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തള്ളിവിട്ടാൽ മതി, വണ്ടി ഓപ്പൺ ആയിക്കോളും. ഇപ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ പാഴ്സൽ ട്രെയും കാര്യങ്ങളൊക്കെ കാണാം. പിന്നീട് വളരെ മാന്യമായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് മാന്യമായിട്ടുള്ളൊരു ഫാമിലിക്ക് ലഗേജ് കൊണ്ടുപോകാൻ പറ്റുന്ന ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നമ്മുടെ നോർമൽ ടിയാഗോയിലുള്ള സെയിം ബൂട്ട് സ്പേസ് തന്നെയാണ്. 242 ലിറ്റർ ബൂട്ട് സ്പേസാണ് നൽകിയിട്ടുള്ളത്. അപ്പം അതൊക്കെയാണ് ആ ഒരു പോർഷനിൽ കാണാനുള്ളത്. അപ്പം മറ്റേ വശത്തുനിന്ന് ഞാൻ പറയാതെ പോയൊരു ഭാഗം ഉണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് ഇതുപോലെ നൽകിയേക്കുന്ന കാണാം. അതും വളരെ ഭംഗിയുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തുനിന്ന് മാത്രം ഇത്രയും ടെയിൽ ലാമ്പിൻ്റെ ഭാഗവും കൂടെ ചേർത്ത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറുതായിട്ടൊരു i20യുടെ ഒക്കെ ഒരു കട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം അതുപോലെയൊക്കെ തോന്നും. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ പെട്രോൾ അടിക്കാനുള്ള ക്യാപ്പും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്ട്രാ പെട്രോളിൻ്റെ സ്റ്റിക്കർ വെച്ചതാണ്. ഇനി ആരെങ്കിലും കയറി തെറ്റിച്ച് ഡീസൽ അടിക്കേണ്ടെന്ന് വിചാരിച്ച് ഒട്ടിച്ചതാണ്. അപ്പോൾ അതൊക്കെയാണ് അവിടെ കാണാനുള്ളത്. പിന്നീട് 4 ഡോറിൻ്റെ സൈഡിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു എക്സ്ട്രാ ഗാർഡ് മേടിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും യൂസ്ഫുള്ളാണ്. പല സ്ഥലത്തും നമുക്കത് ഉപകാരപ്പെട്ടതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ ഡോറിൻ്റെ എല്ലാം ഹാൻഡിലും ബ്ലാക്കിലാണെന്ന് ഞാൻ പറഞ്ഞതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ആ ബ്ലാക്കിൻ്റെ പുറത്തായിട്ട് ഇത്തരത്തിലുള്ള ഒരു പിയാനോ ബ്ലാക്കിൻ്റെ ഒരു ഫിനിഷും കൂടി കാണാൻ കഴിയുന്നതാണ്. അതൊരു എക്സ്ട്രാ ബ്യൂട്ടി നമുക്ക് ഈ ഒരു വണ്ടിക്ക് നൽകുന്നുണ്ട്. ഇനി മറ്റേ സൈഡിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു റൂഫ് റെയിൽസ് കാണാം. അതിനൊപ്പം മുകളിൽ ഫുള്ള് ബ്ലാക്ക് ഫിനിഷിലുള്ള റൂഫാണ് നൽകിയിരിക്കുന്ന വണ്ടിക്ക്. പെട്ടെന്ന് ദൂരെ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ സൺറൂഫാണോ ഗ്ലാസ് ആണോ എന്നൊക്കെ ഒന്ന് തെറ്റിദ്ധരിക്കാവുന്ന രീതിയിലുള്ള ഫിനിഷാണ് ഈ ഒരു ബ്ലാക്ക് റൂഫിന് നൽകിയിട്ടുള്ളത്. അതൊക്കെ വളരെയധികം ഭംഗി ഈ വണ്ടിക്ക് നൽകുന്നുണ്ട്. പിന്നീട് ഈ വശത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മൾ മറ്റേ വശത്ത് കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ടും കാണാനുള്ളത്. പിന്നെ വണ്ടിയുടെ ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം സ്റ്റോക്ക് കൊടുത്തിരിക്കുന്ന ബ്രിഡ്സ്റ്റോണിൻ്റെ ടയേഴ്സാണ്. 15 ഇഞ്ച് ടയേഴ്സാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടാൽ പെട്ടെന്ന് നമുക്ക് അലോയ് വീൽസ് അല്ലേ എന്നൊരു തെറ്റിദ്ധാരണ വരാം. എന്നാൽ അലോയ് വീൽസ് അല്ല, ഹൈപ്പർ സ്റ്റീൽ വീൽസ് എന്നാണ് ഇതിന് പറയുന്നത്. ഹൈപ്പർ സ്റ്റീൽ വീൽസാണ് ഈ വണ്ടിക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ നോർമൽ ടിയാഗോയിൽ നിന്ന് മറ്റൊരു വ്യത്യാസം ഇതാണ്. നോർമൽ ടിയാഗോയുടെ ടോപ്പ് മോഡലിൽ നമുക്ക് അലോയ് വീൽസാണ് നൽകുന്നതെങ്കിൽ നമുക്ക് NRG എന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റിൽ അലോയ് വീൽസ് ഇല്ല, പകരം ഹൈപ്പർ സ്റ്റീൽ വീൽസാണ് നൽകുന്നത്. പിന്നെ ഫ്രണ്ടിലെയും ബാക്കിലെയും ടയർ പ്രഷർ 2.48 ബാർ അല്ലെങ്കിൽ 36 PSI ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്നത്. അതൊക്കെ നമുക്ക് ഡോറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ടാറ്റ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കൂടെ പഞ്ചർ കിറ്റ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിയിലോ എവിടെ നിന്നാണെങ്കിലും വണ്ടി ഒന്ന് പഞ്ചറായി വല്ലതും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം നമുക്ക് പഞ്ചർ കിറ്റ് നൽകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ടയർ പ്രഷർ ചെക്ക് ചെയ്യാനും അഥവാ പ്രഷർ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് കാറ്റടിക്കാനുള്ള മെഷീനും എല്ലാം നമുക്ക് ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു വാഹനം ബ്രാൻഡുകളും ഈ ഒരു സെഗ്മെൻറ്റിൽ അങ്ങനൊരു മെഷീൻ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ ടാറ്റ വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് അപ്പം 1.2 ലിറ്ററിൻ്റെ ഒരു പെട്രോൾ എൻജിനാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അപ്പോൾ നമുക്ക് പെട്രോൾ എൻജിൻ മാത്രമേ ഉള്ളൂ ഈ ഒരു ടാറ്റ ടിയാഗോ NRG വേരിയൻറ്റിലെല്ലാം വരുന്നത്. അപ്പോൾ 1.2 ലിറ്ററിൻ്റെ ഒരു പെട്രോൾ എൻജിനാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അപ്പോൾ ഡീസൽ വേരിയൻ്റ് ഒന്നുമില്ല, പെട്രോൾ വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു 5 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും മാനുവൽ ട്രാൻസ്മിഷനും ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. നമ്മുടേത് ഇപ്പം മാനുവൽ ട്രാൻസ്മിഷനാണ്. അത് നമുക്ക് ഇൻറ്റീരിയറിൽ കയറുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എഞ്ചിൻ്റെ ഈ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നല്ല ഡീസൻ്റായിട്ട് ഒതുക്കി അച്ചടക്കത്തോടെ വെച്ചിട്ടുണ്ട്. പാർട്സ് എല്ലാം മൊത്തത്തിലൊരു ബ്ലാക്ക് ഫിനിഷിലാണ് എഞ്ചിൻ വന്നിരിക്കുന്നത്. നമുക്ക് എക്സൈഡിൻ്റെ ഒരു ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ബാക്കി അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം വളരെ നീറ്റായിട്ട് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെ നോക്കിയാലും ഒരു ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനാണ് കാണാൻ കഴിയുന്നത്. അതിനാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഭംഗിയും. ഈ ഒരു വാഹനത്തിൻ്റെ പവർ പറയുകയാണെങ്കിൽ 86 bhp പവറാണ് നമുക്ക് 6000 RPM മാക്സിമം കിട്ടുന്നത്. അതുപോലെ തന്നെ 113 Nm ടോർക്ക് 3300 RPM നമുക്ക് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യും.
ഇൻറ്റീരിയർ ഫുള്ള് കംപ്ലീറ്റ് ബ്ലാക്കാണ്. ബ്ലാക്കിൻ്റെ കളിയാണ്, എവിടെ നോക്കിയാലും ബ്ലാക്കാണ്. അപ്പം ഈ ഒരു കളറിന് കമ്പനി പറയുന്നത് ചാർക്കോൾ ബ്ലാക്ക് എന്നാണ്. ചാർക്കോൾ ബ്ലാക്കാണ് അപ്പം ഇൻറ്റീരിയറിൽ ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത്. എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ബ്ലാക്കിൻ്റെ എലമെൻറ്റ്സ് തന്നെ കാണാം. പിന്നെ അവിടെ ഇവിടെയായിട്ട് കുറച്ച് പിയാനോ ബ്ലാക്ക് ഫിനിഷും അതുപോലെ കുറച്ച് ഒരു അലുമിനിയം അല്ലെങ്കിൽ സിൽവർ കുറച്ച് പ്ലേറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ളത് ഒഴിച്ചാൽ ബാക്കി എവിടെ നോക്കിയാലും ഫുള്ളി ബ്ലാക്കിൻ്റെ കളിയാണ്. അപ്പോൾ ആ ഒരു ഡാർക്ക് എഡിഷൻ വണ്ടികൾ ആയിട്ട് ഒരു മാച്ച് വരുന്ന രീതിയിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി വളരെ പ്രീമിയം ഒരു ഫീൽ കിട്ടുന്നുണ്ട് നമ്മൾ ഇൻറ്റീരിയറിൻ്റെ അകത്തിരിക്കുമ്പോൾ. തീർച്ചയായിട്ടും ഒരു പ്രീമിയം വണ്ടിയിലിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുവാണെങ്കിൽ ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് നൽകിയിരിക്കുന്നത്. നല്ല ഗ്രിപ്പുണ്ട്, നമുക്ക് പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റിയറിംഗ് വീലാണ് നൽകിയിരിക്കുന്നത്. പിന്നെ പഴയ ടിയാഗോയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഒരു NRGയിലേക്ക് വന്നപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സ്റ്റിയറിങ്ങിന് ചുറ്റുമായിട്ട് പിയാനോ ബ്ലാക്ക് നൽകിയിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് ഈ ഒരു സ്റ്റിയറിങ്ങിന് ചുറ്റുമായിട്ട് നൽകിയിരിക്കുന്നത്. അത് വളരെ ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഹോണും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. കോൾ എടുക്കാനും കോൾ ഡ്രോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾസ് എല്ലാം നമുക്ക് സ്റ്റിയറിങ്ങിൽ തന്നെ ഇൻബിൽഡായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഒത്ത നടുക്കായിട്ട് തന്നെ നമുക്ക് ടാറ്റയുടെ ഒരു വലിയ ലോഗോ കാണാൻ കഴിയും. അതിന് താഴെയായിട്ട് എയർ ബാഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എയർ ബാഗ് നമ്മുടെ ഈ സ്റ്റിയറിങ്ങിൽ ഒരെണ്ണമുണ്ട്. പിന്നെ ഡ്രൈവറിൻ്റെ സൈഡിലായിട്ടുള്ള വിൻഡോസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 ഡോറിൻ്റെയും പവർ വിൻഡോസ് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നത് കാണാം. അതിൽ ഡ്രൈവറിൻ്റെ സൈഡ് മാത്രം നമുക്ക് ഓട്ടോ ആയിട്ട് താക്കാനുള്ള ഫീച്ചർ നൽകിയിട്ടുണ്ട്. പക്ഷേ തിരിച്ച് പൊക്കണമെങ്കിൽ ഓട്ടോമാറ്റിക് പറ്റത്തില്ല, നമ്മൾ ഞെക്കി പിടിക്കണം. അല്ലെങ്കിൽ താഴോട്ട് ഒരു പ്രാവശ്യം ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വിൻഡോസ് അങ്ങ് താന്നോളും. അപ്പോൾ ആ ഫീച്ചർ അവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ ഡോർ ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു ഹാൻഡിലെല്ലാം ഫുള്ളി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. മുകൾ വശത്ത് ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഭാഗത്തായിട്ട് നമുക്കൊരു ട്യൂട്ടർ കാണാം. അതുപോലെ നമ്മുടെ മെയിൻ ഒരു വലിയ സ്പീക്കർ ഡോറിൻ്റെ സൈഡിൽ തന്നെയായിട്ട് നൽകിയിട്ടുമുണ്ട്. പിന്നീടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്തിരുന്ന് തന്നെ നമുക്ക് മിറേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. മിറേഴ്സ് ഫോൾഡ് ചെയ്യാനും അതുപോലെ തന്നെ മിറേഴ്സ് ഓപ്പൺ ചെയ്യാനും എല്ലാം നമുക്ക് അകത്തിരുന്നുകൊണ്ട് തന്നെ പറ്റും. അതിനുള്ള കൺട്രോൾ ഇതിൻ്റെ അകത്ത് തന്നെ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കിയതിന് ശേഷമേ നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ഹെഡ് ലാമ്പും എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ലിവർ നൽകിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് നമ്മുടെ വൈപ്പർ, ഫ്രണ്ടിലെ വൈപ്പറും അതുപോലെ തന്നെ റെയർ വൈപ്പറും അതിൻ്റെ വാഷറും എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മറ്റൊരു ലിവറും നൽകിയിട്ടുണ്ട്. അപ്പം അതെല്ലാമാണ് ഈ ഒരു ഭാഗത്തു നിന്നുള്ള കാഴ്ച. പിന്നീട് നമുക്ക് ടാറ്റ NRGയിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുഷ് സ്റ്റാർട്ട് ബട്ടൺ ഇതിൽ അവൈലബിൾ ആണ്. ആ ഒരു പ്രീമിയം ഫീച്ചർ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. എന്നാൽ റെഗുലർ ടിയാഗോയിൽ നമുക്ക് പുഷ് സ്റ്റാർട്ട് ഇല്ല, കീ വെച്ചിട്ടുള്ള സ്റ്റാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് പുഷ് സ്റ്റാർട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് ഒരു തവണ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് വണ്ടി ഒന്ന് വേക്ക് ചെയ്യാം. പിന്നെ ഒന്നും കൂടെ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഇഗ്നിഷൻ ഓണാവും. നമ്മുടെ മീറ്ററൊക്കെ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ഡിജിറ്റൽ ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നമുക്ക് വണ്ടി വെൽക്കം ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും ഓണാവും. പിന്നീട് നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്തുകൊണ്ട് ജസ്റ്റ് ബട്ടൺ ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. അതാണ് അതിൻ്റെ ഒരു സംവിധാനം. ഇനി ഡയറക്റ്റ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ 2 തവണ ഞെക്കുന്നതിന് പകരം ക്ലച്ച് ചവിട്ടി പിടിച്ച് ഒറ്റ തവണ ഞെക്കിയാലും വണ്ടി ഡയറക്റ്റ് സ്റ്റാർട്ടാവും. അതിപ്പോൾ പെട്ടെന്നൊരു ബ്ലോക്കിലൊക്കെ നിങ്ങൾക്ക് വണ്ടി അണഞ്ഞോടി എടുക്കണമെങ്കിലൊക്കെ ഡയറക്റ്റ് ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യാം. അല്ലാതെ നമ്മളെപ്പോഴും ഈ ഒരു 2 വട്ടം ഞെക്കി ഇഗ്നിഷൻ എല്ലാം വർക്കിങ് കഴിഞ്ഞതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഷോറൂമിൽ നമുക്ക് പറഞ്ഞു തന്നത്. മാനുവലിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതാണ് വണ്ടിയുടെ ആ ഒരു പ്രവർത്തനത്തിന് നല്ലതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇതുപോലെ തന്നെ നമുക്ക് നോർമൽ ടിയാഗോയിൽ തരാത്ത പല പ്രീമിയം ഫീച്ചേഴ്സും നമുക്ക് NRGയിൽ കിട്ടുമെങ്കിലും ചില ടിയാഗോയിൽ ഉണ്ടായിരുന്ന ഫീച്ചേഴ്സ് നമുക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇവിടെ ഹൈപ്പർ സ്റ്റീൽസാണ് NRGയിൽ വരുന്നത്. ഹൈപ്പർ സ്റ്റീൽ വീൽസാണ് വരുന്നത്, അലോയ് അല്ല. അതുപോലെ തന്നെ നോർമൽ ടിയാഗോയിൽ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ടായിരുന്നു. നമുക്ക് AC എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആകുമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മാനുവൽ AC സിസ്റ്റമാണ് നൽകിയിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് സ്പീഡും കാര്യങ്ങളെല്ലാം ഇവിടെ മാനുവലായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. ബാക്കി ടെമ്പറേച്ചർ കൺട്രോളും അതുപോലെ പല മോഡുകളും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് അകത്തുള്ള എയർ റൊട്ടേറ്റ് ചെയ്യാനും വെളിയിൽ നിന്നുള്ള എയർ എടുക്കാനും ഇൻടേക്ക് ചെയ്യാനും ഒക്കെ ഉള്ള ബട്ടണും AC ബട്ടണും ഒക്കെ ഇവിടെ ആയിട്ട് കാണാം. താഴെ ഭാഗത്തായിട്ട് നമുക്ക് ഒരു 12 വാട്ടിൻ്റെ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ വണ്ടിയുടെ കാറ്റും കാര്യങ്ങളൊക്കെ അടിക്കാനുള്ള മെഷീൻ നമുക്ക് വണ്ടിയിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്യാനുള്ള ചാർജറിൻ്റെ സ്ലോട്ട് നമുക്കിവിടെ കാണാം. അതുപോലെ ഒരു USB പെൻ ഡ്രൈവ് ഇങ്ങനത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ ഫോണൊക്കെ കണക്ട് ചെയ്യാനുള്ളൊരു സംഭവം കാണാം. അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വഴി വീഡിയോ ഒക്കെ കാണാൻ കഴിയും. പക്ഷേ അത് ഡ്രൈവിങ്ങിൽ പറ്റത്തില്ല, നമുക്ക് നിർത്തിയിടുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പിന്നെ ഹാർമൻ്റെ സിസ്റ്റം ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന ഒരു 7 ഇഞ്ച്
ടച്ച് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല, അത്രയധികം ഫേമസ് ആണ് ഹാർമൻ്റെ സിസ്റ്റം. വളരെ പ്രീമിയം കാറുകളിൽ പോലും കണ്ടുവരുന്നൊരു മ്യൂസിക് സിസ്റ്റമാണ് ഹാർമൻ്റെത്. അത്രയും ക്വാളിറ്റി, അത്രയും സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ ബാസും എല്ലാം പക്കയായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്ക് ഹാർമൻ്റെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ടിയാഗോ NRG മോഡലിൽ നമുക്ക് 8 സ്പീക്കറാണ് വരുന്നത്. അതായത് 4 ട്യൂട്ടറുകളും അതുപോലെ തന്നെ 4 മെയിൻ സ്പീക്കറുകളും വരുന്നുണ്ട്. ഡോറിൻ്റെ 4 സ്ഥലത്തും മെയിൻ സ്പീക്കറുണ്ട്. അതുപോലെ ബാക്ക് ഡോറിൻ്റെ 2 സൈഡിലും നമുക്ക് ട്യൂട്ടറുണ്ട്. ഫ്രണ്ടിൽ ഡാഷ്ബോർഡിൻ്റെ 2 സൈഡിലും ട്യൂട്ടറുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 8 സ്പീക്കറാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സറൗണ്ട് ഡോൾബി അറ്റ്മോസ് പോലെ തന്നെ നമുക്ക് മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യാം. വളരെയധികം ക്വാളിറ്റി, ഡീസൻറ്റ് ക്വാളിറ്റിയിൽ നല്ല ബാസോട് കൂടി തന്നെ നമുക്ക് പ്ലേ ചെയ്യാം. അത്രയും മനോഹരമായിട്ടുള്ളൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലായിട്ട് നമുക്ക് വണ്ടിയുടെ പല വാർണിംഗ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം. എൻജിൻ വാർണിംഗ്, ബാറ്ററി വാർണിംഗ്, അങ്ങനത്തെ പല വാർണിംഗും കാണാം. അതുപോലെ ഫ്യൂവൽ ഇൻഡിക്കേഷൻ കാണിക്കും. അതുപോലെ ക്ലച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഡിക്കേഷൻ കാണിക്കും. അതുപോലെ ഇവിടെ മോഡും സെറ്റും ഒക്കെ ഉണ്ട്. അതുവഴി നമുക്ക് പല കാര്യങ്ങളും ട്രിപ്പ് മീറ്ററൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. നിലവിൽ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ള ഓഡോമീറ്റർ കാണാം. അതുപോലെ ബാക്കി ഇനി എത്ര ഫ്യൂവൽ നമുക്ക് ബാക്കിയുണ്ട്, എത്ര കിലോമീറ്ററും കൂടി ഓടും എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ തന്നെ കാണാം. എൻജിൻ്റെ ടെമ്പറേച്ചർ കാണാം. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, വാർണിംഗ് ലൈറ്റ്സ് ഒക്കെ കാണാം. RPM മീറ്റർ കാണാം. അതുപോലെ ഫ്യൂവലിൻ്റെ ഒരു ഇൻഡിക്കേഷൻ മീറ്ററും കാണാം. അതുപോലെ നമുക്ക് നമ്മുടെ RPM കറക്റ്റ് ചെയ്ത് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആ സെൻറ്ററിൽ കാണുന്ന ഒരു ലൈനുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ആ ഒരു ലൈനിൽ എത്തിച്ചിട്ട് വേണം നമ്മൾ ഓരോ ഗിയർ മാറാൻ. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മാനുവൽ വായിച്ച് മനസ്സിലാക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ തന്നെ നൽകിയിട്ടുമുണ്ട്. നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ഡേറ്റും ടൈമും കാര്യങ്ങളെല്ലാം കാണാം. അത് നമ്മൾ ജസ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും എല്ലാം ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതിന് പുറമെ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള പാട്ടും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്ത് പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ടച്ച് സ്ക്രീൻ ഉപയോഗിച്ചും കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ നിന്നും നമുക്ക് ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കുറച്ച് സ്വിച്ചസ് കാണാം. ഇത് നമ്മുടെ ഫോഗ് ലാമ്പ് ഓൺ ചെയ്യുന്നതാണ്. അതുപോലെ ഇത് നമുക്ക് എന്താണ് ഡീഫ്രോസ്റ്ററാണ്. അതായത് ബാക്കിലൊക്കെ വിൻഡോസിലൊക്കെ ഫോഗ് കയറി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓൺ ചെയ്തിട്ട് ആ ഫോഗ് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഈ മഴ സമയത്തൊക്കെ ബാക്കിലൊക്കെ ഫോഗ് വരാൻ ഭയങ്കര ചാൻസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്തിട്ടാൽ മതി. പക്ഷേ മാക്സിമം 15 മിനിറ്റ്സിൻ്റെ അകത്ത് നമ്മളിത് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. മാക്സിമം 15 മിനിറ്റ്സ് അത് ഹീറ്റ് ചെയ്യാവൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. അപ്പോൾ അത് ഓൺ ചെയ്യാം. അതുപോലെ ഇത് നമുക്ക് കാറിൻ്റെ അകത്തിരുന്നിട്ട് വണ്ടി ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുമുള്ള സ്വിച്ചാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തിരുന്ന് നമുക്ക് വണ്ടിയുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു സ്വിച്ചും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ നമുക്ക് വെളിയിൽ നിന്നൊരു റിക്വസ്റ്റ് സെൻസർ ഉണ്ട്. അത് ഞെക്കി ഓപ്പൺ ചെയ്യാം, ഇത് ഞെക്കി ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ വണ്ടിയുടെ ഡയറക്റ്റ് കീക്കകത്ത് നമുക്കൊരു ബട്ടൺ ഉണ്ട്, അത് ഞെക്കിയും ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് ഈ ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്നത്. പിന്നെ നമ്മുടെ AC-യുടെ വെൻസ് എല്ലാം കാണാം. സെൻറ്ററിലും 2 വെൻസ് കൊടുത്തിട്ടുണ്ട്, ആ സൈഡിലും അതുപോലെ ഡ്രൈവർ സൈഡിലും AC വെൻസ് നൽകിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഈ കാണുന്ന ഒരു എലമെൻറ്റ് ഞാൻ എക്സ്ട്രാ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച് ഇട്ട സംഭവമാണ്. ആക്ച്വലി ഈ ഒരു ക്രോം ഫിനിഷ് ഇവിടെ ഇല്ല, മൊത്തം ബ്ലാക്കാണ്. മുഴുവൻ അങ്ങ് ബ്ലാക്കായിട്ട് കിടന്നുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു ക്രോം ഫിനിഷ് ഒരു സ്ട്രിപ്പ് മേടിച്ച് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഒരു ബ്ലാക്കിൻ്റെ അകത്ത് ഈ ഒരു ഫിനിഷ് കാണുമ്പോൾ ഒരു പ്രീമിയം ഫീൽ കിട്ടാൻ വേണ്ടി ഞാൻ എക്സ്ട്രാ ചെയ്തതാണ്. അത് വണ്ടിക്കകത്തുള്ളതല്ല. പിന്നെ നമുക്ക് ഇവിടെ നടുക്കായിട്ട് ഹസാർഡ് സ്വിച്ചും കാണാം. പിന്നെ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് ഡാഷ്ബോർഡിൻ്റെ മേളിലെ പോർഷനിലായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനുള്ളൊരു കുഞ്ഞ് പൊസിഷൻ, എനിക്കൊന്നൊരു ടിഷ്യൂ പേപ്പറിൻ്റെ ബോക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് ഉള്ളൊരു കുഞ്ഞ് സ്പേസ് അവിടെ കാണാം. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഉരുക്ക് വണ്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് തൊടുമ്പോൾ തന്നെ നമുക്ക് അറിയാം. നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് വണ്ടി. ഇനി വണ്ടിയുടെ ഈ ഒരു സെൻട്രൽ പോർഷനിലായിട്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫോൺ എന്തെങ്കിലും ചാർജ് ചെയ്തിട്ട് വെക്കണമെങ്കിൽ ചാർജ് ചെയ്യാം. വയർലെസ് ചാർജിങ് ഒന്നുമില്ല, അല്ലാതെ നമുക്ക് ഫോൺ അവിടെ വെക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ വെച്ചേക്കുന്നത് വണ്ടിയുടെ ഒരു കാർ കെയർ കിറ്റാണ്. ഇത് നമുക്ക് നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെ വണ്ടി എടുക്കുന്ന സമയത്ത് ചോദിച്ച് ഓഫറിൽ ഫ്രീ ആയിട്ട് മേടിച്ച ടാറ്റയുടെ തന്നെ ഒറിജിനൽ കാർ കെയർ കിറ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ അതാണ് അവിടെ വെച്ചേക്കുന്നത്. നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസാണ് അവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഗിയർ ലിവർ കാണാം. ഇതിപ്പം മാനുവൽ വണ്ടിയാണ്, ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. നമ്മുടെ ഇത് മാനുവൽ വണ്ടിയാണ്. അതുപോലെ ഈ ഒരു സെൻട്രൽ പോർഷനിലായിട്ട് നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വെക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഹാൻഡ് ബ്രേക്ക് കാണാം. അതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ധാരാളം സ്ഥലങ്ങൾ കോയിൻ ഇടാനും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഒരു കുപ്പി വെക്കാനുള്ളൊരു സ്പേസും ഈ സെൻട്രൽ പോർഷനിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഭാഗങ്ങളിൽ കാണുന്ന സ്റ്റോറേജ്
ലൊക്കേഷൻസ്. പിന്നെ വണ്ടിയുടെ ഈ ഒരു സീറ്റ് നല്ലൊരു ഫാബ്രിക് സീറ്റാണ് നൽകിയിരിക്കുന്നത്. നല്ല തൈ സപ്പോർട്ടുള്ള ഒരു അടിപൊളി സീറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് വൈറ്റ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ഇതേപോലത്തെ ഒരു ഡിസൈനാണ് ഈ ഒരു മേളിലും താഴെയൊക്കെ ആയിട്ട് കൊടുത്തേക്കുന്നത്. ഫാബ്രിക് സീറ്റ്സ് ആണ്. അതുപോലെ നമുക്ക് നല്ല രീതിയിൽ തൈ സപ്പോർട്ട് നൽകുന്ന സീറ്റ്സ് ആണ്. പിന്നെ ഫ്രണ്ടിലെ അതായത് ഡ്രൈവർ സീറ്റും കോ പാസഞ്ചർ സീറ്റിലും നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. ഹെഡ് റെസ്റ്റ് നമുക്ക് പൊക്കുകയും താക്കുകയൊക്കെ ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഞാൻ ഇതുവരെ വണ്ടിയുടെ സീറ്റ് കവേഴ്സ് മാറിയിട്ടില്ല. അഡീഷണൽ ഒരു ലെതർ സീറ്റ്സ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ കവർ ഊരാഞ്ഞത്. അപ്പം ഇനി സീറ്റ് കവറൊക്കെ ചെയ്തിട്ട് അത് നമുക്ക് പിന്നീട് വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ബാക്ക് സൈഡിൽ സീറ്റ്സിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒന്നും അല്ല നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ബാക്കിലോട്ട് വരുമ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം. ഇനി അതുപോലെ തന്നെ ഡ്രൈവറിൻ്റെ സൈഡിൽ വലതുവശത്തായിട്ടും ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം ഒരു പേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിയിലായിട്ടൊരു സ്വിച്ച് ഇപ്പം വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എക്സ്ട്രാ ഫ്രണ്ടിൽ നമ്മളൊരു സെൻസർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ബാക്കിൽ നിങ്ങൾ കണ്ടല്ലോ, ക്യാമറയും സെൻസറും ബാക്കിലുണ്ട്, റിവേഴ്സ് ഇടുമ്പോൾ ഉണ്ട്. അതുപോലെ ഫ്രണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട്, അതും നമ്മൾ ഷോറൂമിൽ നിന്ന് ഫ്രീ ആയിട്ട് പറഞ്ഞ് അവർ ഓഫറിൽ ഫ്രീ ആയിട്ട് ചെയ്തു തന്നെയാണ്. അതൊക്കെ നമ്മൾ ചോദിച്ചാൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. ചോദിച്ച് നമ്മൾ ഫ്രീ ആയിട്ട് മേടിച്ചാണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് അവർ സെൻസർ വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓഫ് ചെയ്യുകയോ ഓൺ ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ളൊരു സ്വിച്ച് നമ്മൾ ഈ ഒരു സ്പേസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു പോർഷൻ്റെ കാര്യങ്ങളൊക്കെ. അതുപോലെ നമുക്ക് ധാരാളം ലെഗ് സ്പേസും ഹെഡ് സ്പേസും നമുക്ക് വണ്ടിയിലുണ്ട്. ഇതിപ്പോൾ ഫ്രണ്ട് പോർഷനിലാണ്. അത് ബാക്കിലിരിക്കും, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഡ്രൈവറിൻ്റെ സീറ്റ് മാക്സിമം ബാക്കിലാണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത്. അതുപോലെ മാക്സിമം ഹൈറ്റും ഇട്ടിട്ടുണ്ട്. നമുക്ക് സീറ്റൊക്കെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് സീറ്റ് പൊക്കാനും താക്കാനും ഒക്കെ കഴിയും. അപ്പം ഞാനിപ്പോൾ മാക്സിമം ബാക്കിലോട്ട് ഇട്ടേക്കുന്നത്. എന്നിട്ട് ബാക്കിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബാക്കിലോട്ട് ഇരിക്കുമ്പോൾ കാണിച്ചു തരാം. ഇത് മാക്സിമം ഫ്രണ്ടിൽ വിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ബാക്കിലൊരു ഏകദേശം ഐഡിയ കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് ഇത് ഇട്ടേക്കാം. പിന്നെ നമുക്കിത് എവിടെയായിട്ട് നമ്മുടെ ഡാഷ്ബോർഡ് കാണാം. ഡാഷ്ബോർഡ് ഞെക്കാനായിട്ട് നമുക്കൊരു സ്വിച്ച് തന്നിട്ടുണ്ട്. അത് ഞെക്കിയാൽ ഡാഷ്ബോർഡ് ഓപ്പൺ ആവും. അതുപോലെ ഇതിൻ്റെ അകത്ത് നമുക്ക് വണ്ടിയുടെ മാനുവലും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. ഈ കോ പാസഞ്ചറിൻ്റെ ഡോർ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് പവർ വിൻഡോസിൻ്റെ സ്വിച്ച് കാണാം. അതിലൊരു ചെറിയൊരു ഹാൻഡ് വെക്കാനുള്ളൊരു ആംറസ്റ്റ് കാണാം. അവിടെ നമുക്ക് കുറച്ച് കോയിൻസും സാധനമൊക്കെ ഇടാം. അതുപോലെ അവിടെ ഒരു ചെറിയ കുപ്പി വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഡ്രൈവറിൻ്റെ സൈഡിലെ ഡോറിലും അതുപോലെ കോ പാസഞ്ചർ സൈഡിലെ ഡോറിലും ഒക്കെ നമുക്ക് ഇതുപോലെ ചെറിയ കുപ്പി, ഒരു 1/2 ലിറ്ററിൻ്റെ കുപ്പി വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. അതിൽ 1/2 ലിറ്റർ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ 1/2 ലിറ്ററിൻ്റെ കുപ്പി വെക്കാനുള്ള സ്ഥലം അവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ 2 ഡോറിലും മെയിൻ സ്പീക്കേഴ്സും നൽകിയേക്കുന്നത് കാണാം. സെൻട്രൽ പോർഷനിലായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു മിറർ കാണാം. ഇത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. രാത്രിയിലൊക്കെ ഒരുപാട് ബാക്കിൽ നിന്ന് ലൈറ്റൊക്കെ അടിച്ച് ഏതെങ്കിലും വണ്ടിയൊക്കെ വരുവാണെങ്കിൽ നമുക്കിങ്ങനെ ഈ സ്വിച്ചിട്ട് വേറൊരു മോഡിലാക്കി നമുക്ക് ഇടാൻ പറ്റും. അതുപോലെ നോർമലായിട്ട് ഉള്ള മോഡിലും ഇടാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് ലൈറ്റ് നമ്മുടെ കണ്ണിലടിക്കാതിരിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയായിട്ടും നമുക്ക് ആ ഒരു വെയിലിനെ പ്രതിരോധിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാ വണ്ടിയിലുള്ളത് പോലെയുള്ള കാര്യങ്ങളാണ്. ഇവിടെയായിട്ട് നമുക്ക് ഒരു മുഖം നോക്കുന്നൊരു ചെറിയൊരു കണ്ണാടിയും കൊടുത്തിട്ടുണ്ട്. അവിടെ എയർ ബാഗിൻ്റെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ എയർ ബാഗ് ആ ഒരു ഡാഷ്ബോർഡിൻ്റെ പൊസിഷനിലായിട്ട് എയർ ബാഗ് ഉണ്ടെന്നുള്ളതിൻ്റെ മെൻഷനൊക്കെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പം ആ വക കാര്യങ്ങളാണ്. അപ്പോൾ വണ്ടിക്ക് 2 എയർ ബാഗ് ഉണ്ട്. അതൊക്കെയാണ് അവിടെ എല്ലാം പറഞ്ഞേക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഈ ഒരു പോർഷനിലായിട്ട് ഇത്തരത്തിലൊരു സംഭവം കൊടുത്തേക്കുന്ന കാണാം. ഇത് നമുക്ക് ഇടയിൽ എന്തെങ്കിലും നമ്മുടെ ഡീറ്റെയിൽസോ കാർഡ്സോ അല്ലെങ്കിൽ കോൺടാക്റ്റ് ഡീറ്റെയിൽസൊക്കെ പേപ്പറിലോ എഴുതി ഇവിടെ സൂക്ഷിക്കാനുള്ളതാണ്. നമ്മൾ ഏതെങ്കിലും ടൈറ്റ് പാർക്കിങ്ങിലൊക്കെ കൊണ്ട് വണ്ടി ഇടുവാണെങ്കിൽ അവർക്ക് നമ്മളൊന്ന് വിളിച്ച് വണ്ടി മാറ്റിയിടാനെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ പേരും ഡീറ്റെയിൽസും ഉടനെ ഒരു പേപ്പർ കയറ്റി വെച്ചിരുന്നാൽ മതി. അപ്പോൾ വെളിയിൽ നിന്ന് അവർക്ക് അത് കണ്ടിട്ട് വിളിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു പോർഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നല്ല വൈറ്റ് റൂഫാണ്, അല്ല ഒരു സിൽവർ പോലത്തെ ഒരു ഇവിടെയായിട്ട് കോ പാസഞ്ചർ സൈഡിൽ നമുക്ക് ഇങ്ങനെ ഗ്രാബ് ചെയ്യാനുള്ള ഹാൻഡിലൊക്കെ നൽകിയിട്ടുണ്ട്. ഡ്രൈവർ സീറ്റ് ഓഫ് കോഴ്സ് ഇല്ല, ബാക്കിയെല്ലാം സീറ്റ്സിലും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിലുള്ള പ്രധാനപ്പെട്ട കാഴ്ചകൾ. ഇനി നമുക്ക് നേരെ വണ്ടിയുടെ ബാക്ക് സൈഡിലെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കിവിടെ ഒരു 3 പേർക്ക് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ബാക്ക് സീറ്റിൽ ഇരിക്കാൻ പറ്റും. 3 പേർക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാം. കാരണം സെൻട്രൽ ടണലൊന്നും അത്ര ഓവറായിട്ടുള്ള പൊക്കമൊന്നുമില്ല. നമുക്ക് കംഫർട്ടബിളായിട്ട് 3 പേർക്ക് ഇരിക്കാം. അതുപോലെ നല്ലൊരു തൈ സപ്പോർട്ടുള്ള സീറ്റ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയും. പിന്നീട് ദാണ്ട നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ ഡ്രൈവർ സീറ്റ് നേരത്തെ ഫുള്ള് ബാക്കിലോട്ട് ഇറക്കിയിട്ടേക്കുവാണ്. എന്നിട്ട് നിങ്ങൾക്ക് കാണാം ദാണ്ട് എൻ്റെ മുട്ടൊന്നും അവിടെ പോയി തട്ടുന്നോ ഒന്നുമില്ല. കണ്ടോ, വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് നിവർന്ന് വിരിഞ്ഞ് ഇരിക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്.
അപ്പം കംപ്ലീറ്റ് സീറ്റ് ബാക്കിലോട്ട് ഇട്ടിട്ട് പോലും നമുക്ക് വളരെ കംഫർട്ടബിളായിട്ടിരിക്കാം. പിന്നെ അതാണ്ട് നിങ്ങൾക്ക് എൻ്റെ ഹെഡ് റൂം കാണാം. അതാണ്ട് എൻ്റെ തലയൊക്കെ ഇത്രയും സ്പേസ് ഉണ്ട്, തലയുടെ മേളിൽ നിന്ന് ഇത്രയും സ്പേസ് ബാക്കി കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാം. ഒരു എൻട്രി ലെവൽ വാഹനം അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ ഹാഷ് ബാക്ക് ആണെന്ന് തോന്നത്തില്ല നമുക്ക്. ശരിക്കും ഒരു അത്യാവശ്യം ഒരു SUVയുടെ സ്പേസൊക്കെ, ഒരു കുഞ്ഞ് SUVയുടെ സ്പേസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പം എനർജി തീർച്ചയായിട്ടും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ സ്പേസും ഒക്കെ ഉള്ളൊരു വെഹിക്കിൾ തന്നെയാണ്. കംഫർട്ടബിളായിട്ട് നമുക്കൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടി തന്നെയാണ്. പിന്നെ നടുക്ക് ഈ ഒരു സെൻട്രൽ പോർഷനിലായിട്ട് നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ അവർ നൽകിയിട്ടുണ്ട്. ആണ്ടെ ഇപ്പോൾ ഞാൻ ഈ സൈഡിലോട്ട് നീങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇത്രയും സ്പേസ് ബാക്കിയുണ്ട്. ഉണ്ടോ, വളരെയധികം സ്പേസ് ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ സീറ്റുകളുടെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കർവ് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഫ്രണ്ടിലെ സീറ്റ്സിന് ഒരു ബാക്ക് സൈഡിലൊരു കർവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുട്ടു ഇടിക്കത്തൊന്നുമില്ല. ഒരു കർവിൽ ഇങ്ങനെയാണ് സീറ്റെല്ലാം പണിഞ്ഞേക്കുന്നത്. എന്നാൽ ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഹെഡ് റെസ്റ്റ് ഒന്നും നൽകിയിട്ടില്ല. ഇൻബിൽട്ട് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റാണ് നൽകിയേക്കുന്നത്. ആക്ച്വലി ബാക്കിലും കൂടെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റ് നൽകിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല ഒരു കാര്യമായിരുന്നു എന്ന് എനിക്ക് ടാറ്റയെടുത്ത് പറയാനുണ്ട്. പിന്നെ ബാക്ക് സൈഡിലെ 2 ഡോറിലുമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ മെയിൻ സ്പീക്കർ കാണാം, അതുപോലെ ഒരു ട്യൂട്ടർ കാണാം. പിന്നെ നമുക്ക് ഒരു ചെറുതായിട്ട് കോയിനോ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ. അതുപോലെ തന്നെ മെയിനായിട്ട് നമുക്ക് കുറച്ചും കൂടെ വലിയ 1 ലിറ്റർ കുപ്പിയൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് ഇവരുണ്ട്. അതിൻ്റെ ഇപ്പം ഞാനവിടെ കുടയൊക്കെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിനി വണ്ടി ഓടിച്ചുകൊണ്ട് വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെ റിമൈൻഡർ അടിക്കുകയാണ്. അത് ഇട്ടിട്ട് നമുക്ക് പോവാം. അതൊക്കെ ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചറിൻ്റെ ഭാഗമായിട്ട് കാറിൽ കൊടുത്തേക്കുന്ന ഫീച്ചേഴ്സാണ്. അപ്പോൾ ഗൈസ് നമ്മളിതൊരു പക്ക റിവ്യൂ വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരുപാട് ഓടിക്കഴിഞ്ഞിട്ടാണ് സാധാരണ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള റിവ്യൂ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഏതാണ്ട് വണ്ടി 1000 കിലോമീറ്ററിൻ്റെ അകത്തായിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂസൊക്കെ ഇനിയുള്ള വീഡിയോസിലൊക്കെ വരും. ഇത് ജസ്റ്റ് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ പോലെ കണ്ടാൽ മതി. വണ്ടി എടുത്ത് ഏതാണ്ട് 1000 കിലോമീറ്റർ നമ്മൾ ഓടി, ഫസ്റ്റ് സർവീസും ചെയ്തു. അപ്പോൾ അതുവരെയുള്ള വണ്ടിയുടെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളുമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇനി ഉടനെ ഇടും. 5000 കിലോമീറ്ററിലും 10000 കിലോമീറ്ററിലും ഒക്കെ നമ്മൾ ബുള്ളറ്റിൻ്റെ വീഡിയോസ് ഇട്ടതുപോലെ തന്നെ കണ്ടിന്യൂസ് നമ്മുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. അപ്പം എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ടാറ്റ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരും ടിയാഗോ അല്ലെങ്കിൽ എനർജിയൊക്കെ നിലവിൽ യൂസ് ചെയ്യുന്നവരും എടുക്കാൻ പ്ലാനുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. ഇനി വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ കംഫർട്ടബിളാണ്. അതുപോലെ തന്നെ വളരെ സ്റ്റേബിളാണ് വണ്ടി. വണ്ടിയുടെ ആ ഒരു വെയിറ്റ് തീർച്ചയായിട്ടും വണ്ടിയുടെ അഡ്വാൻറ്റേജ് തന്നെയാണ്. നല്ലൊരു വെയിറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ വണ്ടി അത്യാവശ്യം നമ്മൾ ഹയർ സ്പീഡിലോട്ട് ഓടിച്ച് പോവുകയാണെങ്കിൽ പോലും വണ്ടി അധികം കിടന്ന് റോളപ്പും കാര്യമൊന്നുമില്ല. നല്ല സ്റ്റേബിളായിട്ട് വണ്ടി നിൽപ്പുണ്ട്. അത് തന്നെയാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഓടിക്കുന്ന കാര്യത്തിൽ, ഡ്രൈവിങ്ങിൽ. കാരണം നല്ല സ്റ്റേബിളായിട്ട് വണ്ടി ഇരിക്കുന്നുണ്ട്. പിന്നെ വളരെ നല്ല സ്മൂത്തായിട്ടുള്ള പവർ സ്റ്റിയറിംഗ് ആണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. നമുക്ക് വെറും ഈ ഒരു കുഞ്ഞ് വിരലിട്ട് തന്നെ നമുക്ക് തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ റെഗുലർ ടിയാഗോ അപേക്ഷിച്ച് ഈ എനർജിയിലേക്ക് വരുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഡ്രൈവിങ്ങിൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് അറിയാമല്ലോ, 170 ആണ് നമ്മുടെ ടാറ്റ ടിയാഗോ നോർമൽ വണ്ടിക്ക്. അതുപോലെ നമ്മുടെ എനർജിയിലേക്ക് വന്നപ്പോഴത്തേക്ക് 181 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നമുക്ക് ഡ്രൈവിങ്ങിൽ തീർച്ചയായിട്ടും അത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണം നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ റോഡിൽ ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ഡ്രൈവിങ്ങിൽ നോർമൽ ടിയാഗോയിൽ നിന്നുള്ള ഉണ്ടായ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും അതുപോലെ തന്നെ വണ്ടിയുടെ സസ്പെൻഷനൊക്കെ കുറച്ചും കൂടെ ഒന്ന് പക്കയായിട്ടുണ്ട്. ഒന്നും കൂടെ അവർ ട്യൂൺ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്ന വണ്ടി ഓടിക്കുമ്പോൾ. കാരണം ഇതിനു മുമ്പ് റെഗുലർ ടിയാഗോ ഓടിച്ചിട്ട് ഈ ഒരു ടിയാഗോ നമുക്ക് ഓടിക്കുമ്പോൾ ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനർജി നിങ്ങൾക്ക് ഒന്ന് പരിഗണിക്കാവുന്ന വാഹനം തന്നെയാണ്. നോർമൽ ടിയാഗോ ഇപ്പം എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ എനർജി തീർച്ചയായിട്ടും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ റോഡെല്ലാം നല്ല കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ്. പക്ഷേ അതിൽ കൂടെ നമുക്ക് കയറി പോകുമ്പോൾ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും ആ ഒരു സസ്പെൻഷൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് കുഴിയിലൂടെയും ഹമ്പിലൂടെയും എല്ലാം കയറ്റി കൊണ്ടുപോകാം. പിന്നെ നമുക്ക് വണ്ടിയുടെ അകത്തിരിക്കുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം പൊക്കമുള്ള ഹൈറ്റുള്ളൊരു വണ്ടിയിൽ ഇരിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു വണ്ടിയിൽ തന്നെ ഇരിക്കുന്ന ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ബോണറ്റും കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈവിംഗ് വിസിബിലിറ്റി ഒന്നും അത് ബാധിക്കുന്നില്ല. വളരെ കംഫർട്ടബിളായിട്ട് നല്ലൊരു അപ്രൈറ്റ് പൊസിഷനിൽ കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് നമുക്ക് ഓടിക്കാൻ പറ്റുന്നൊരു പൊസിഷൻ തന്നെ ഈ വണ്ടി നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഡ്രൈവർ സൈഡ് സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഹൈറ്റ് മാക്സിമം പൊക്കിയിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു SUV-യിൽ ഇരുന്ന് ഓടിക്കുന്ന ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്.
പിന്നെന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടാറ്റ വണ്ടിയാണ്. ടാറ്റയുടെ വണ്ടി ഇതിനു മുമ്പ് ടാറ്റയുടെ വണ്ടി ഓടിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മുടെ സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ മാരുതി സുസുക്കിയുടെ വണ്ടിയായിരുന്നു. ഇതിനകത്തിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സേഫായിട്ടൊരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഒരു ആത്മവിശ്വാസമുണ്ട്. നമുക്ക് അകത്തിരിക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ഉരുക്ക് വണ്ടിക്കകത്തിരിക്കുന്നൊരു ഫീല് നമുക്ക് മൊത്തത്തിൽ കിട്ടുന്നുണ്ട്. മേടിക്കാൻ ഫാമിലിക്ക് സേഫ്റ്റി ആഗ്രഹിച്ച് വണ്ടികൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും സേഫസ്റ്റ് വാഹനം ഈ NRG തന്നെയാണ്. അതായത് നമ്മുടെ ടാറ്റ ടിയാഗോ തന്നെയാണ്. 4 സ്റ്റാർ ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റിൽ 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ABS, 2 എയർ ബാഗ്, ABD എല്ലാം EBD ഈ വക കാര്യങ്ങളെല്ലാം വണ്ടിക്ക് നൽകിയിട്ടുണ്ട്. അപ്പം പക്ക സേഫായിട്ടുള്ളൊരു വാഹനമാണ്. പലപ്പോഴും നമുക്കറിയാം വലിയ പ്രീമിയം സെഗ്മെൻറ്റിൽ പോലും 4 സ്റ്റാർ കിട്ടാത്ത വാഹനങ്ങൾ നമ്മുടെ നിരത്തിലുണ്ട്. സാധാരണ ക്രാഷ് ടെസ്റ്റിൽ ചുമ്മാ 4 സ്റ്റാർ 5 സ്റ്റാർ കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, നമുക്ക് നമ്മുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. ടാറ്റയുടെ ആക്സിഡൻ്റ് ആയിട്ടുള്ള പല വീഡിയോസും കാണാറുണ്ട്. അതിൽ വലിയൊരു ശതമാനം കേസുകളിലും ഡ്രൈവർ അല്ലെങ്കിൽ പാസഞ്ചേഴ്സ് പൂർണ്ണമായിട്ടും രക്ഷപ്പെടുന്ന വീഡിയോസാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ടാറ്റയുടെ കാര്യത്തിൽ. ടാറ്റയുടെ ഏത് വാഹനമാണെങ്കിലും, ടിയാഗോ മാത്രമല്ല ഏത് വാഹനമാണെങ്കിലും. പിന്നെ വേണമെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് പറയാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈവിങ്ങിൽ ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഒരു ഫസ്റ്റ് 2 ഗിയർ, ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും ഒക്കെ ഒരു ചെറിയൊരു പവർ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടിക്ക് 86 bhp പവറും 113 Nm ടോർക്കും ഉണ്ട്. എങ്കിലും വണ്ടി ഇപ്പം സുസുക്കിയുടെ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു പവർ ലാഗ് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ സുസുക്കി ആണെങ്കിൽ നമുക്ക് ചവിട്ടി പെട്ടെന്നൊരു കേരളം കയറും. ഇത് പക്ഷേ AC ഇട്ടിട്ട് നമ്മൾ വിടുമ്പം ഒരു പവർ ലാഗ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ 3rd ഗിയറും 4th ഗിയറും പറഞ്ഞേ പറ്റൂ, അത് വളരെ കംഫർട്ടബിളായിട്ട് തന്നെ കയറി പോകാറുണ്ട്. പിന്നെ എത്ര ടോപ്പ് സ്പീഡിൽ കയറിയാലും വണ്ടി വളരെ സ്റ്റേബിളാണ്, ഒരു കുലുക്കവുമില്ല, പക്ക കംഫർട്ടബിളായിട്ട് നമുക്ക് ഓടിച്ചു പോകാം. ഇനി മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കമ്പനി പറയുന്ന മൈലേജ് 19.8 ആണ് മൈലേജ് പറയുന്നത്. പക്ഷേ നിലവിൽ എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 11.5 കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ലോങ് ഞാൻ ട്രിവാൻഡ്രം വരെ പോയ സമയത്ത് എനിക്ക് ഏതാണ്ട് 14.8 വരെ കിട്ടിയായിരുന്നു. വണ്ടി കിട്ടിയ സമയത്ത് വെറും 8 ആയിരുന്നു മൈലേജ്. അപ്പം അത് ഇമ്പ്രൂവ് ആയി വരും, നമ്മൾ കൂടുതൽ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ് ആയി വരും തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടു. ഇനി നമുക്ക് വണ്ടിയുടെ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരുപാട് വാഹനങ്ങളുണ്ട്. നമുക്കറിയാം നമ്മുടെ ഗ്രാൻഡ് ഐറ്റൺ നിയോസ്, അതുപോലെ ഒരുപാട് വാഹനങ്ങൾ ഈ ഒരു സെയിം സെഗ്മെൻറ്റിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെയിം പ്രൈസ് റേഞ്ചിലായിട്ട് നമുക്ക് ടാറ്റയുടെ തന്നെ പഞ്ച് പോലത്തെ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ആ ഒരു വാഹനങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കമ്പാരിസൺ വീഡിയോ, എന്തുകൊണ്ടാണ് ഞാൻ ഈ NRG തന്നെ ചൂസ് ചെയ്തത് തുടങ്ങിയതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഉടനെ വരുന്നതായിരിക്കും. അതൊക്കെ വെയിറ്റ് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ വെക്കാം. ഇപ്പോൾ നിലവിൽ ഈ ഒരു വാഹനം നോർമൽ ടിയാഗോ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 25,000-30,000 ഇടയ്ക്ക് പ്രൈസ് ഇൻക്രീസ് ആയിട്ടുള്ളൂ. എന്നാൽ അതിന് പകരമായിട്ട് നമുക്ക് നോർമൽ ടിയാഗോ ഒന്ന് അപേക്ഷിച്ച് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നത് നമുക്ക് ഒരു കീലെസ് എൻട്രി ഫീച്ചർ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ബൂട്ടിലും ആ ഒരു റിക്വസ്റ്റ് സെൻസർ വെച്ച് തുറക്കാനുള്ള ഓപ്ഷൻ നൽകുന്നുണ്ട്. പിന്നീട് നമുക്ക് പുഷ് സ്റ്റാർട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു പ്രീമിയം ഫീച്ചറാണ്, പുഷ് സ്റ്റാർട്ട് ബട്ടൺ നമുക്ക് നൽകുന്നുണ്ട്. അതിനെല്ലാം ഉപരി നമുക്ക് ഇത്തരത്തിലുള്ളൊരു SUV ലുക്ക് നൽകുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയിട്ടുണ്ട്, 181 mm ആയിട്ടുണ്ട്. നോർമൽ ടിയാഗോയിൽ 170 ആണ്. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് 181 mm ഗ്രൗണ്ട് ക്ലിയറൻസ് നൽകുന്നുണ്ട്. ഇതിൻ്റെ ഒരു വിഡ്ത്ത് മാത്രമേ ഉള്ളൂ സെയിം, 1677 mm വിഡ്ത്താണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അത് മാത്രം ടിയാഗോ ആയിട്ട് സെയിം ആണ്. പക്ഷേ ലെങ്ത്തും ഹൈറ്റും ഗ്രൗണ്ട് ക്ലിയറൻസും എല്ലാം അവർ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ മറ്റ് പെർഫോമൻസും കാര്യവും എഞ്ചിൻ്റെ പെർഫോമൻസും എല്ലാം ഏതാണ്ട് ടിയാഗോ ആയിട്ട് സെയിം തന്നെയാണ്, മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ എന്തൊക്കെയോ എഞ്ചിൻ്റെ ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ കീലെസ് എൻട്രി, പുഷ് സ്റ്റാർട്ട്, അതിനൊക്കെ പുറമെ ഈ പറഞ്ഞ ഗ്രൗണ്ട് ക്ലിയറൻസും എല്ലാം പറഞ്ഞു. അതിനുമെല്ലാം പുറമെയായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ക്ലാഡിങ്ങും കാര്യങ്ങളും എല്ലാം വെച്ച് റൂഫ് റെയിൽസും ഇങ്ങനത്തെ ഡ്യുവൽ ടൂൺ കളറും ഇതെല്ലാം വെച്ച് മൊത്തത്തിലൊരു SUVയുടെ ലുക്കും കൂടെയാണ് ഈ ഒരു വാഹനം പുറത്ത് വരുന്നത്. അപ്പം മൊത്തത്തിൽ ടിയാഗോയുടെ ഒരു 25-30 രൂപയുടെ വ്യത്യാസമുള്ളൂ ടോപ്പ് മോഡലുമായിട്ട് വരുന്നത്. ഈ ഒരു വേരിയൻറ്റും അതുപോലെ തന്നെ XT എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ടൊരു വേരിയൻറ്റുമാണ് NRGക്ക് ഇറങ്ങിയേക്കുന്നത്. ഇറങ്ങുന്ന സമയത്ത് NRG ഈ ടോപ്പ് വേരിയൻറ്റ് മാത്രമായിരുന്നു അവൈലബിൾ. എന്നാൽ ഇപ്പോൾ XT എന്ന് പറഞ്ഞൊരു വേരിയൻറ്റും കൂടെ കുറച്ചും കൂടെ നമുക്ക് ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിലൊരു മിഡ് വേരിയൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ലുക്സും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. പുഷ് സ്റ്റാർട്ട് ബട്ടണും കാര്യങ്ങളില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നോർമൽ ടിയാഗോ എടുക്കാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ
ഈ ഒരു NRG എന്ന് പറഞ്ഞ വേരിയൻറ്റ് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തൊക്കെ നോക്കി അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇഷ്ടപ്പെടാൻ കാരണമാവും. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏതാണ്ട് 8,25,000 രൂപയാണ്. പക്ഷേ നമുക്ക് ഓഫറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്ക് 8-ന് താഴെ കിട്ടും. അപ്പം എനിക്ക് ഇത്രയുള്ളൂ സിമ്പിളായിട്ട് പറയാനുള്ളത്. നിങ്ങളൊരു ഫാമിലി വാഹനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ള ഒതുങ്ങി നിങ്ങൾക്ക് സിറ്റിയിലൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന കംഫർട്ടബിളായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേബിളായിട്ടുള്ള വാഹനം, ഒരു സേഫസ്റ്റ് ആയിട്ടുള്ള വാഹനം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പരിഗണിക്കാവുന്നൊരു വാഹനമാണ് ടാറ്റ ടിയാഗോ, അല്ലെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ വേരിയൻറ്റ് ടാറ്റ ടിയാഗോ NRG ആണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഇനി വഴിയെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയതായിട്ട് വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കണ്ടുപിട്ടാം. ബൈ.